നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മട്ടൻ വറുത്തരച്ച കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വറുത്തരച്ച് നമ്മൾ ചിക്കനൊക്കെ വറുത്തരച്ച് ചെയ്യും, അതുപോലെ തന്നെ നമ്മളെ നാടൻ രീതിയിൽ മട്ടൻ വറുത്തരച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് കണ്ടുവരാം. അപ്പോൾ ആദ്യം നമുക്ക് വറുത്തരയ്ക്കാനായതുകൊണ്ട് തേങ്ങയൊന്ന് വറുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ തേങ്ങ നമ്മൾ 1/2 കപ്പ് ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 ചെറിയുള്ളി, പിന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകമാണ്, ചെറിയ ജീരകമല്ല, പെരുംജീരകം, 3 ഏലക്ക, ഒരു കുഞ്ഞി കഷ്ണം പട്ട, 3 ഗ്രാമ്പു, പിന്നെ കുറച്ച് കറിവേപ്പില. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. കുറച്ച് മൂത്ത് ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി, കറിവേപ്പില, പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരുംജീരകം ഇത്ര ഇട്ട് കൊടുത്ത് ഇനി ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ചെറിയുള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെയാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഇതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മട്ടൻ വേവിക്കണം. അപ്പോൾ കുക്കറിൽ വേവിക്കുകയാണ്. നമ്മളൊരു 300 ഗ്രാം മട്ടൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കുകയാണ്. ഒരു 5-6 വിസിൽ വന്നോട്ടെ. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം, പിന്നെ ഒരു 10 വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയാണ് വേണ്ടത്. അത് നമുക്ക് സവാള ഇങ്ങനെ അരിയാം. അതുപോലെ തന്നെ തക്കാളിയും അരിഞ്ഞു കൊടുക്കാം. പിന്നെ പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചിയും കട്ട് ചെയ്യാം. വെളുത്തുള്ളി നമ്മൾ ചതച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അരപ്പ്. ഇനി നമ്മൾ ചട്ടിയിലാണ് മട്ടൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായി, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി സവാള ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മട്ടൻ മസാല നമ്മൾ ചേർക്കുന്നുണ്ട്, ഒരു 2 ടീസ്പൂൺ കേട്ടോ. ഇതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒന്ന് നന്നായിട്ട് മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് ഒന്നുകൂടെ വഴറ്റി ആ തക്കാളിക്ക് ഒന്ന് വെന്ത് വരണം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മട്ടനും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മട്ടൻ സ്റ്റോക്കോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സായി വരട്ടെ. ഇനിയിപ്പോൾ ഇതിൽ അത്യാവശ്യം ആ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളമുണ്ട്. ഇനി ഇതൊന്ന് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, വറുത്ത തേങ്ങയുടെ, അത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് തിളയ്ക്കണം. തിളച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഗ്രേവി, അതിൻ്റെ ആ തിക്നെസ്സൊക്കെ ആയി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ തിളയൊക്കെ വന്ന് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വറുത്തരച്ച മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവസാനം വേണമെങ്കിൽ ഒന്ന് കടുക് താളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, ചെറിയുള്ളിയും വെച്ച് താളിക്കുക. അപ്പോൾ ഞാനിതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു പൊറോട്ടയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഉഗ്രനായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസായിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.